ഈ വിദേശത്ത് ജോലി ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു എന്ന് പറഞ്ഞ വാർത്തകളാണ് നമുക്കെപ്പോഴും തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും കാണുന്നത്. അത് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ പലതും ഉണ്ട്. കേരളത്തിൽ പൊതുവെ കുറവാണ്. നമ്മളെ അങ്ങനെ പറ്റിക്കാൻ പാടാണ്. നമ്മളെല്ലാവരും വലിയ മിടുക്കന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ പറ്റിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾക്കാരെയാണ് ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതെ, അതെ, അതെ. അതിനകത്തൊരു അതെ, കാര്യം. അതെ, അപ്പോൾ അതെ. ഈ പറ്റിയത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് പല വീഡിയോകളിലും ടൂറിസ്റ്റ് വിസയിൽ ഒരിക്കലും ഒരു രാജ്യത്തേക്കോ ആരെയും കൊണ്ടുപോകില്ല. അതെ. ടൂറിസ്റ്റ് ആയിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ടൂറിസ്റ്റ് വിസ എടുത്ത് തന്നിട്ട് നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ വിസ മാറ്റി തരും എന്ന് പറയുന്നത് വലിയൊരു തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഇപ്പോൾ ദുബായിലൊക്കെ ചെയ്യുമല്ലോ. ദുബായിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് ജോലി തേടി നമ്മൾ വേറെ വിസയിലേക്ക് മാറുന്ന പോലെ അതുപോലും എക്സിറ്റ് ചെയ്തിട്ടൊക്കെ പറ്റുള്ളൂ. അത് അത് അങ്ങനെ അങ്ങനെ ഒരു രാജ്യത്തേക്കും പറ്റില്ല. അപ്പോൾ ഈ വിസ തട്ടിപ്പുകൾ, പിന്നെ ജോലി വാഗ്ദാനം ചെയ്ത് വിസ തന്നുള്ള പറ്റീര്, പൈസ വാങ്ങിച്ച സാമ്പത്തിക അതൊക്കെ എങ്ങനെയാണ്? അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? അതൊക്കെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് അതിനകത്ത്? നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കാര്യമാണ്. അത് നമുക്ക് മലയാളികളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏതുവഴിയാണ് ഇത് ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ പ്രത്യേക രാജ്യം, ഏത് രാജ്യമാണോ ആ രാജ്യം അക്നോളജ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ ഇതുപോലെ അപ്ലൈ ചെയ്യാനോ പറ്റുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ലോയേഴ്സ് രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ് ആണ്. മൈഗ്രേഷൻ ഏജൻസ് ഉണ്ട്. അതായത് ആ ലിസ്റ്റിൽ വരുന്ന എല്ലാവരും അല്ല, രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻസ് ഉണ്ട്. ഈ പറഞ്ഞ അക്രഡിറ്റേഷനോ രജിസ്ട്രേഷനോ ഇവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാം, നിങ്ങളൊരു 3 ലക്ഷം രൂപ ഇട്ടേക്ക് എന്ന് പറഞ്ഞാൽ അതിന് ആ ജോലി കിട്ടുന്നതല്ല. ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ആദ്യം നിങ്ങളോട് ക്യാഷ് ചോദിച്ചോ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ആ ക്യാഷ് പോയി. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷൻ ഒരു ബിസിനസ്സിന് സ്പോൺസർ ചെയ്യണമെങ്കിൽ ഇത്ര സാലറി കൊടുക്കണം. പല റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കൂ. ഇതിൽ പ്രത്യേകമായ ലെജിസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട് ജോലി കൊടുക്കാനായി കാശ് വാങ്ങിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ കാശ് ആർക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ ഈ കാശ് കൊടുത്താൽ അങ്ങനെ ഒരു ജോലി ഉണ്ടോ? കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനോട് അത് നിർത്തിയാൽ മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ പറ്റിക്കൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെല്ലാതിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഫ്രൂട്ട് പിക്കിങ്, അല്ലേ? നിങ്ങളെ ഫ്രൂട്ട് പിക്കിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെയൊന്നും ഒരു വിസയില്ല. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഫ്രൂട്ട് പിക്കിങ്ങിന് വിസ എന്ന് പറഞ്ഞൊന്നും വന്ന് കയറാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ നമ്മൾ അതിനനുസരിച്ചുള്ള എലിജിബിലിറ്റി ചെക്ക്. എല്ലാവർക്കും ഓസ്ട്രേലിയയിലേക്ക് വരാൻ സാധിക്കില്ല. നാട്ടിലുള്ള എല്ലാവർക്കും ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുമ്പോൾ വരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഓസ്ട്രേലിയയാണ്. ഇപ്പോൾ നമ്മൾ നേഴ്സസിനെ പറ്റി പറഞ്ഞു, IT പ്രൊഫഷണൽസ്, നമ്മൾ ട്രേഡ് ഒക്യുപ്പേഷൻസിനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്യുപ്പേഷൻസിനും ഓസ്ട്രേലിയക്ക് ആവശ്യമുള്ള ഒക്യുപ്പേഷൻസിനും മാത്രമേ ഓസ്ട്രേലിയയിലേക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ. ധാരാളം വിസ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, പ്രോസസ്സ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ. സോ അതിൽ നിന്നും താങ്കളുടെ നേതൃത്വത്തിലുള്ള ഫ്ലൈ വേൾഡിന് എന്താണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഫ്ലൈ വേൾഡ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ലോ ഫേമാണ്. നമുക്ക് നാട്ടിൽ ലോയേഴ്സിനെ നമുക്കറിയാം, അല്ലേ? ലോയേഴ്സ് ഒരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ജോലി എന്താണ്? ഒരു പ്രത്യേക ലെജിസ്ലേഷൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് ദം ആക്ട് ചെയ്യുവാണ്. അതാണ് ഫ്ലൈ വേൾഡ് ഇവിടെ ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ഇത്രയും പറ്റിക്കലുകളും അതും ഇതും ഒക്കെ നടക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് കൃത്യമായിട്ട് പോകാൻ ആ രാജ്യത്തിൻ്റെ നിയമവിദഗ്ധർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഫ്ലൈ വേൾഡ് എന്ന് പറയുന്നത്. ഫ്ലൈ വേൾഡിൽ ഒരുപാട് ലോയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 200-ൽ പരം ലോയേഴ്സ്, മൈഗ്രേഷൻ ലോയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലൈ വേൾഡ്. നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് ഓഫീസുകൾ? നമ്മൾ 6 രാജ്യങ്ങളിലായിട്ടാണ് നമ്മുടെ ഓഫീസസ് ഉള്ളത്. ഓസ്ട്രേലിയയിൽ തന്നെ നമുക്ക് 5 സ്ഥലങ്ങളിൽ നമുക്ക് ഓഫീസസ് ഉണ്ട്. പിന്നെ നമുക്ക് GCC കൺട്രീസിൽ, നമുക്ക് ദുബായിൽ, സൗദി, കുവൈറ്റിൽ നമുക്ക് ഓഫീസസ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് UK-യിലാണ്. UK-യിൽ ഓഫീസുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ UK-യിൽ നമ്മൾ ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. പിന്നീട് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഓഫീസസ് ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ നമുക്ക് 3 ഓഫീസസും ബാംഗ്ലൂരിലുള്ളൊരു ഓഫീസും. കേരളത്തിൽ നമുക്ക് 2 കൊച്ചിയിലുള്ളൊരു ഓഫീസുണ്ട്. 3 അല്ല 4 ഉണ്ട്. ഒന്ന് കോട്ടയം, പിന്നെ ട്രിവാൻഡ്രം. ഇത്രയും. ഓക്കെ. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ എവിടെയൊക്കെയാണ് ഉള്ളത്? ഓസ്ട്രേലിയയിൽ മെൽബണിൽ തന്നെ വിക്ടോറിയയിൽ 2 ഓഫീസസ് ഉണ്ട്. ഇതിരിക്കുന്നത് നമ്മുടെ CBD ഓഫീസാണ്. പിന്നീടുള്ളത് ഡാൻഡനോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു ഓഫീസുണ്ട്. പിന്നീട് നമുക്ക് ക്യൂൻസ്ലൻഡിൽ, ബ്രിസ്ബെയിനിൽ നമുക്കൊരു ഓഫീസുണ്ട്. സിഡ്നി പരമട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അഡിലേഡിലും നമുക്ക് ഓഫീസുണ്ട്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ പ്രവർത്തനം ചെയ്യുന്നു?
ഫ്ലൈ വേൾഡ് 2012 വന്നിരുന്നു, ഇൻസെപ്ഷൻ ആയിട്ടുള്ള ഒരു കമ്പനി. ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ വന്നിരിക്കും. അതെ, നിങ്ങൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്? ഓസ്ട്രേലിയൻ ബേസ്ഡ് ബിസിനസ് ആണ്. അപ്പോൾ യു കെയിലുള്ള ഓഫീസുകളെല്ലാം നിങ്ങൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആണ് ചെയ്യുന്നത്? ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ, ബാക്കിയുള്ള നിയമ സഹായങ്ങൾ, പിന്നീട് ഓസ്ട്രേലിയ TFN, അതായത് ഇവിടെ വരുന്ന ടാക്സ് ഫയൽ നമ്പറൊക്കെ അക്കൗണ്ടിങ് അതുണ്ടല്ലോ, അങ്ങനെ ഒരു ഫേം ഉണ്ട്. ഈ 2012 ആരംഭിച്ച നിങ്ങൾ ഇപ്പോൾ 2026 ഈ ഒരു സമയം കൊണ്ട് ഏകദേശം എത്ര ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും? നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമുക്ക് 15,000 ആണ് നമുക്ക് ആൾക്കാർക്ക് PR എടുത്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് കഴിഞ്ഞ വർഷം തന്നെ ഒരു വർഷം തന്നെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുവരെ നിങ്ങൾ വഴി ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ട്രസ്റ്റ്. അതെ അതെ അതെ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഒരിക്കൽ PR-ന് അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ നമുക്ക് റിജക്റ്റ് ആവുന്നതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് എന്തൊക്കെ റീസൺസ് കൊണ്ട് റിജക്റ്റ് ആവാം എന്ന് പറയാം. 3 കാര്യങ്ങളാണ് PR-ന് അപ്ലൈ ചെയ്യാൻ റിജക്റ്റ് ആവുന്നത്. ഒന്ന്, നമ്മൾ ഫ്രോഡുലന്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുക. അതെ, അതായത് ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഈ വർക്ക് എക്സ്പീരിയൻസ് തന്നെ ആവണമെന്നില്ല. പല കാര്യങ്ങളും ഇവിടെ ഫ്രോഡുലൻ്റ് ആയിട്ടാണ്. ഇപ്പം ഒരു പേരിൽ നമുക്ക് എക്സ്പാൻഷൻ ഉണ്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇനീഷ്യൽസ് ഉണ്ട്, അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. നിങ്ങളെ വേറൊരു പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റിന് നമ്മൾ ആൻസർ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ മെയ്ഡ് ഇൻ നെയിം ഉണ്ട്, അല്ലെ കല്യാണം കഴിഞ്ഞ് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വരും നമ്മൾ എന്തെങ്കിലും ഫ്രോഡുലന്റ് ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് റിഫ്യൂസിൽ വരും. റിഫ്യൂസിൽ മാത്രമല്ല, ബാനും വരും. ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 10 year ബാൻ വരെ വരും. പിന്നീടുള്ളത് മെഡിക്കൽ റീസൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ അറിയാമല്ലോ. ഓസ്ട്രേലിയ എന്തൊക്കെയാണ് ആ സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് പെയിൻ ആയിട്ട് ഇവർ നോക്കുന്നത്? TB നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ കുട്ടികളിൽ ഓട്ടിസം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നോക്കുന്നത്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന് ബാധ്യതയാണ് സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ്. അങ്ങനെയാണ് അവർ ലെജിസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. $85,000 ഓവർ എ പീരീഡ് ഓഫ് 10 years എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ പറയണം എൻ്റെ ചികിത്സാ ചെലവ് ഇത്ര വരില്ല എന്ന് കാണിക്കണം. അപ്പോഴാണ് നമുക്ക് ആ വിസ കിട്ടുക. പിന്നീട് ഹെൽത്ത് അല്ല, പിന്നീട് നമ്മൾ ക്യാരക്ടർ ഇഷ്യൂസ്, നമുക്ക് പോലീസ് പ്രോബ്ലംസിൽ സിഗ്നിഫിക്കൻറ്റ് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വരാൻ സാധിക്കില്ല. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 12 months ജയിൽ ടേമാണ്. 12 മാസം ജയിലിൽ കിടക്കുകയോ അല്ലെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സസ്പെൻഡഡ് സെൻറ്റൻസസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 3 റീസൺസ് കൊണ്ടാണ് റിജക്ഷൻസ് വരുന്നത്. റിജക്ഷൻസ് വന്നാലും നമുക്ക് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, ആസ് ലോങ് ആസ് നിങ്ങളെ ബാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതായത് എന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ക്രൈറ്റീരിയയിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മിസ്ലീഡിങ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, അല്ലെ നമ്മൾ വേറൊരാളുടെ പാസ്പോർട്ട് ഉപയോഗിക്കുക, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബാൻ വരികയും പിന്നീട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് റിഫ്യൂസൽ വന്നാൽ നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഞാൻ 2-3 ആഴ്ചയായിട്ട് ഓസ്ട്രേലിയയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പല ആളുകളെയും കണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇപ്പോൾ ഞാൻ മീറ്റ് ചെയ്ത 95% ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ്. അതിൽ തന്നെ ഒരു 90% ആൾക്കാരും ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഡിസബിലിറ്റിയിലും അങ്ങനെ പല രീതിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മറ്റ് പല രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ബിസിനസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കാണാഞ്ഞിട്ടാണെന്ന് അറിയില്ല. അതെന്തായിരിക്കും അങ്ങനെ? വൈ ഓസ്ട്രേലിയ ഇത് ബിസിനസ് ഫ്രണ്ട്ലി സ്ഥലമല്ലേ? ബിസിനസ് ചെയ്യാൻ വരാൻ പറ്റില്ല? ഇവിടെ വരാൻ പറ്റും. നമുക്ക് ബിസിനസ് വിസാസ് ആസ് സച്ച് നമുക്കില്ല. പക്ഷേ ഓസ്ട്രേലിയയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഈ ബിസിനസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അതുവഴി നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. ഇനി നേരത്തെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി സർവീസസ് വളരെയധികം ഉള്ളൊരു അങ്ങനെയുള്ള ഒക്യുപ്പേഷൻസ്, ഒരുപാട് ഒക്യുപ്പേഷൻസ് ഉണ്ട്. അതിൽ വെൽഫെയർ വർക്കർ, യൂത്ത് വർക്കർ, പിന്നെ റീഹാബിലിറ്റേഷൻ, അങ്ങനെ കുറേ ഒക്യുപ്പേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും, ഡിസബിലിറ്റി സപ്പോർട്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും സുജിത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ മലയാളികളുമുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും അതുവഴി എന്താ പറയുക, വിസാസ് മാത്രമല്ല പല തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ബിസിനസ്സിന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വളരെയധികം ഫ്രണ്ട്ലിയാണ്. ഈ കൊറോണ ടൈമിലൊക്കെ ബിസിനസ്സുകളെ നല്ല രീതിയിൽ ഓസ്ട്രേലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് നിന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് PR വാങ്ങിക്കാൻ പറ്റുമോ?
ഓസ്ട്രേലിയയിൽ നമുക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്ത് PR വാങ്ങാനായിട്ട് എംപ്ലോയർ സ്പോൺസേഡ് കാറ്റഗറിയിലാണ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ വന്ന് നമ്മൾ ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിന് നമ്മുടെ പൊസിഷൻ ജെനുവിനായിട്ട് വേണ്ടതാണ്, അല്ലെ ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് അത് വേണം എന്ന് കാണിക്കാൻ സാധിച്ചാൽ നമുക്ക് അതുവഴി ടെമ്പററി വിസാസും അതുവഴി പെർമനന്റ് വിസയ്ക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓൺ PR ഓപ്പർച്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു, വളരെ റീസെൻ്റിൽ അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനിയും അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു മാറ്റിയിരിക്കുന്നത്. ഉടനെ തന്നെ ഇത് ഓസ്ട്രേലിയ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ.